അതായത് ഉണ്ടോ ഇടത്തെ കാല് താഴെ കുത്താതെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ കാലിലായിരുന്നു അവർക്ക് ഹിപ്പിന്റെ പ്രശ്നമുള്ളതെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അനുഗ്രഹത്തിന്റെ ബഹളമാണ്. സുഹൃത്തുക്കളെ ഗിരീഷ് അണ്ണന് കാപ്പ് കിട്ടാനായിട്ട് നിൽക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്ന കാർത്തിക് സൂര്യക്ക് അഗ്നിക്കാവടി എടുത്തിട്ട് അനുഗ്രഹം കിട്ടിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തുമായിരിക്കും ഇതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ? ചിലർ പറയുന്നു ഇത് അഭിനയിക്കുകയാണെന്നുള്ളത്, ചിലർ പറയുന്നു യഥാർത്ഥത്തിൽ ദൈവം ശരീരത്തിൽ കയറിയിട്ട് തുള്ളാൻ തുടങ്ങുന്നതാണെന്ന്. എന്തുമായി കഴിഞ്ഞാലും ഇതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മുടെ 3rd ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൈൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ് പേര്. മനുഷ്യരുടെ സൈക്കോളജിയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ഇടത്തെ കാലിൽ അവർക്ക് പണ്ട് ഹിപ്പിന് പ്രശ്നം ഉണ്ടായിരുന്നതേ നീണ്ട 3 വർഷമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നതാണ്. ഹിപ്പിന്റെ പ്രശ്നമല്ല കേട്ടോ, കാലിന്റെ അടിയിൽ ചെറിയൊരു മുറിവുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് ടെൻഷനില്ല കേട്ടോ, കാരണം ഹിപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് റെഡിയാക്കി എടുക്കാൻ തന്നെ കുറേ ദിവസങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണം. നമ്മൾ 6 മാസത്തോളം അടുത്താണ് റെഡിയാക്കിയത്. കറക്റ്റ് ഈ ഏപ്രിൽ 3 വർഷമാകും അവളുടെ ഹിപ്പിന്റെ പ്രശ്നം ഇല്ലാതെ ആയിട്ട്. ടീച്ചർ നമ്മൾ വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്തായിരുന്നു, നമ്മൾ വീഡിയോയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ മരുന്നിട്ട് കൊടുത്തായിരുന്നു. ഇടാ കടാ കണ്ണിലും അടങ്ങിക്കിടക്ക് കുരുത്തക്കേട് കാണിക്കരുത്. അടങ്ങിക്കട. ഓക്കെ ഗുഡ് ഗേൾ അടങ്ങിക്കിടക്കണം കേട്ടാ. കാല് നോക്കുവാന്നേ അനങ്ങല്ലേ. അടങ്ങുതാ. ഈ മുറിവാണ് സംഭവം കേട്ടോ. കാരണം അവള് ഇങ്ങോട്ട് അടങ്ങിയിട്ട് മരുന്നിടട്ടെ. എന്തൊരു സാധനമായത് കണ്ടോ, കാണാവോ? അടങ്ങിക്കടയടി, കാണാവോ? ഇത് കണ്ടോ, എങ്ങാണ്ട് നല്ലോണം ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഈ താഴെ കുത്താൻ വയ്യാത്ത വേദന. ഇത്രയും അടങ്ങടി, നിന്നെ ശരിയാക്കാം കേട്ടാ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിപ്പോ മുറിവ് കാരണം മുടന്തി അടക്കുവാന്നുണ്ടെങ്കിൽ ആ ഒരു കാലിലോട്ട് വെയിറ്റ് കൂടുതൽ കൊടുത്ത് ഈ ഹിപ്പിന്റെ പ്രശ്നം തിരിച്ചു വരുമോ എന്നുള്ള പേടി നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എടി ഒന്ന് അടങ്ങടി. ഞാൻ മരുന്നിടട്ടെന്ന് പറയാം. എന്തുകൂടെ ഇത്? ഇന്നലെ ആമി കഴുത്തിനും പിടിച്ച് ഞാൻ കാലിലും പിടിച്ചായിട്ട് അവിടെ അടങ്ങി. ദേഷ്യപ്പെടലൊന്നും ഇല്ല, പക്ഷെ ഇയാൾക്ക് അവിടെ സമ്മതിക്കത്തില്ല. നമ്മളെങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. നേരത്തെ വിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. കിട്ടും നിനക്ക്. ഇതായി അടി. ഓതിരം കടകം മറുകടകം അടിയിട്ട് അടിയിട്ട് കണ്ണ് മരുന്ന് പിടിക്കണം. എന്നിട്ട് മൊത്തത്തിൽ പരിക്കാട്ടാ. കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത കണ്ണിൽ പീള അടിച്ചിട്ടുണ്ട്. ഇനി അതും ചെയ്യണം. അതല്ല ഈ ചൂട് ക്ലൈമറ്റിന്റെ. ഇത് എങ്ങാണ്ട് പോയി കേറിയതാ. ഞാൻ കാല്. ഓക്കെ നക്കരുത്. ഞാൻ പോയിട്ട് തലയിലിടുന്ന സാധനം എടുത്തോണ്ട് വരാം കേട്ടാ. ഓക്കെ മിടക്ക് കേട്ടാ, മിടക്ക് കേട്ടാ. അടങ്ങി കണ്ണി മരുന്ന് കഴിച്ചിട്ട് പോയാ മതി. നോക്ക് അവിടെ കേടാ. പന്തേര തന്ന എന്തിനാ കണ്ണി മരുന്ന് കഴിക്കാനാ? എന്തിന് ജീവജാലങ്ങളെ. ഇന്ന് രാവിലത്തെ എക്സർസൈസ് കഴിഞ്ഞ് ജിമ്മിൽ പോണ്ട. മതി. പന്തില്ല എന്ന് കളിയില്ല. പോ കാല് വയ്യ. എന്താ കളിക്കാനാ? എത്ര വയ്യാന്നുണ്ടെങ്കിലും ഇനി ഒരു കാലേ ഉള്ളെന്നുണ്ടെങ്കിൽ അവൾ ഉന്തി പോയി കളിക്കും. നമുക്ക് ഈ കാലില് മരുന്നിട്ടെന്നും വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മളല്ലാന്നുണ്ടെങ്കിൽ 4 കാലം കെട്ടിയോടെങ്കിലും വേണ്ടി വരും. എന്താ
ഇതെന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം പറയുന്ന എന്ത് വേണേലും കേൾക്കും കേട്ടാ. അവിടെ കട അവിടെ സ്ലീപ്പാവും. കുറച്ചു നേരം തനിയെ കൊണ്ടേ കളിക്കും. കളിക്കാൻ പോകും വേണ്ട. അപ്പുറത്ത് എവിടെ പോയി? പൊട്ടിപ്പയ്ക്കോ അതുമായിട്ട് അങ്ങ് പറ്റോ. ഇനി വാ ഇതിലേ അവിടെ മണ്ണാവും മണ്ണ് പറ്റും. ഇനി വാ ഇതിലേ പൊട്ടിപ്പയ്ക്കോ. പൊട്ടിക്കയറ്റോ കേട്ടാ. ബാക്കിയുള്ളവരുടെ കൂടെ കാലിന്റെ അടിവശത്ത് നോക്കണം. ട്യൂണയുടെ കാലിന് പണി കിട്ടിയത് കണ്ടല്ലോ. അത് അവള് ഒരു 100% എവിടെങ്കിലും കല്ലിനകത്ത് പോയി ചവിട്ടിയോ അല്ലെ മുള്ളിനകത്ത് കയറിയോ വന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് ക്രാക്ക് അല്ല. ഈ ക്രാക്ക് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ്സിന്റെ പപ്പീസിന്റെ കാലിന്റെ അടിഭാഗം താണ്ട് ഇതുപോലെ പിടിച്ചു നോക്കുക. കയ്യിലും കാലിലും 4 കാലിലും നോക്കണം കേട്ടോ. ഇത് കണ്ടോ കൊച്ചു ക്രാക്കുകൾ കണ്ടില്ലേ. ഇത് ഈ സീസണിൽ നല്ലോണം കൂടുതലായിട്ട് വരുന്നതാണ്. ഡ്രൈ ക്ലൈമറ്റ് ആണ്. അപ്പൊ കാലിന്റെ അടിഭാഗവും ഡ്രൈ ആവും. അപ്പൊ ഈ ക്രാക്കിനകത്ത് അഴുക്കൊക്കെ കയറി ഇരുന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ അടിക്കാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. നമ്മൾ കാലിന്റെ അടിഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് മാത്രം പോരാ. ഈ ക്ലൈമറ്റിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ക്രീം വാങ്ങിയിട്ട് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് ഡോഗിന് വേണ്ടിയിട്ട് തന്നെയുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആമസോണിൽ നോക്കാം, പെറ്റ് ഷോപ്പിൽ നോക്കാം. നോക്കിയിട്ടൊന്ന് ചെയ്തേക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഉടനെ ഇത് നക്കി കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് ഒരു ഈ കോളറും കൂടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ വയറിന് പ്രശ്നമാകത്തതേ ഉള്ളൂ. കാലിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നതേ ഇല്ല. ഇവിടെ ഇപ്പം നമുക്ക് ഇനി എല്ലാവരുടെയും നോക്കാനുണ്ട്. എല്ലാവരുടെയും നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കും. ഇപ്പം നിലവിൽ സാധനം ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നമുക്കൊരു തിരക്ക് വന്നത് കൊണ്ടിട്ട് ഒന്ന് മിസ്സായി പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യുന്നതാ. ഇനി വാടി വാ കേറെ. എന്ത് ആകാശത്ത് കാക്കയോ അണ്ണാൻ പിടിച്ചോ നോട്ടത്തോക്കി നോക്കി പേടിപ്പിക്കുക. കല്ലെടുത്തറിയാമോ? വരച്ച് കയറാമോ?